തുർഫഉ ബിസുബൂത്തിൻ നൂനി, നൂന് സ്ഥിരപ്പെടൽ കൊണ്ട് റഫ്അ ലഭിക്കും. ഓക്കെ, റഫ്അന് ഒരുപാട് അടയാളങ്ങളുണ്ട്. ലൊമ്മ കൊടുക്കുക എന്നുള്ളത് റഫ്അന്റെ അടയാളമാണ്, അലിഫ് വരിക എന്നുള്ളത് റഫ്അന്റെ അടയാളമാണ്. എന്നതുപോലെ നൂന് സ്ഥിരപ്പെടുക എന്നുള്ളതും റഫ്അന്റെ അടയാളമാണ്. ഈ നൂന് സ്ഥിരപ്പെടൽ കൊണ്ട് റഫ്അ ലഭിക്കുക ഏതിനാണെന്ന് ചോദിച്ചാൽ അൽ അംസിലത്തുൽ ഖംസ, അംസിലത്തുൽ ഖംസയാണ്. അംസിലത്തുൽ ഖംസ എന്ന് പറഞ്ഞാൽ യഫ്അലാനി, യഫ്അലൂന, തഫ്അലാനി, തഫ്അലൂന, തഫ്അലീന. ഓക്കെ, ഈ അഞ്ചെണ്ണമാണ് അംസിലത്തുൽ ഖംസ. ഇവകൾക്ക് റഫ്അ ലഭിക്കുക ആ നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം. അഅ്തി ദാലിക്കൽ ഫഖീറ ഖമീസൻ, നീ ആ ദരിദ്രൻക്ക് ഖമീസ് കൊടുക്ക്. ഇവിടെ ഖമീസ് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഇസാറ് കൊടുക്കുക എന്നുള്ളതാണ്. ഖമീസ് പറഞ്ഞു കഴിഞ്ഞാൽ മേൽക്കുപ്പായം. ഓക്കെ, ഇസാർ എന്ന് പറഞ്ഞാൽ അരയുടുപ്പിനാണ് ഇസാർ എന്ന് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് നീ ആ ദരിദ്രൻക്ക് അരയുടുപ്പ് കൊടുക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇസാർ എന്നുള്ളത് ഇവിടെ ബദല് മുബായിനാണ്. ഓക്കെ, ഖമീസിനെ പറഞ്ഞു, പക്ഷേ ഉദ്ദേശിച്ചത് ഇസാറിനെയാണ്. അപ്പോൾ ഖമീസും ഇസാറും രണ്ടും വൈരുദ്ധ്യമാണ്, രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബദൽ മുബായിനാണ് അഅ്തി ദാലിക്കൽ ഫഖീറ ഖമീസൻ എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത്. അവിടെ ഇസാറാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശം. അടുത്തത് ബദലു കുല്ലിൻ മിൻ കുല്ല്. കുല്ല് പറഞ്ഞ് കുല്ലിനെ തന്നെ ഉദ്ദേശിക്കുന്നതാണ് ബദലു കുല്ലിൻ മിൻ കുല്ല് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും. ജാഅനി മുഹമ്മദുൻ അബു അബ്ദില്ലാ, ജാഅനി മുഹമ്മദുൻ അബു അബ്ദില്ലാ, എൻ്റെ അടുത്ത് മുഹമ്മദ് വന്നു അഥവാ അബു അബ്ദില്ല വന്നു. ഈ മുഹമ്മദ് തന്നെയാണ് അബു അബ്ദില്ല എന്നുള്ള ആള്. അപ്പോൾ മുഹമ്മദ് എന്നുള്ളത് കുല്ലാണ്, മൊത്തം ഉള്ള ഒരാളാണ് മുഹമ്മദ്. അതേപോലെ തന്നെ അബു അബ്ദില്ല എന്ന് പറഞ്ഞാലും ആ മൊത്തത്തിൽ അദ്ദേഹത്തെ ഉദ്ദേശിക്കപ്പെടുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൊത്തം ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞ അതേ ആളാണ് അബു അബ്ദില്ല. അങ്ങനെ വരുന്നിടത്താണ് ബദൽ കുല്ലും മിൻ കുല്ല്. കുല്ല് പറഞ്ഞ് കുല്ലിനെ തന്നെ ഉദ്ദേശിക്കുക. ഓക്കെ, മുഹമ്മദിനെ പറഞ്ഞു, ആ മുഹമ്മദിന്റെ കുഞ്ഞത്തായിട്ടുള്ള അബു അബ്ദില്ല എന്നുള്ളത് അവിടെ പറയപ്പെട്ടു. ഓക്കെ, ഇനി ബദലുൽ ഇഷ്തിമാൽ. ബദലുൽ ഇഷ്തിമാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദാഹരണത്തിൽ അതിൻ്റെ ആൻസറായി വരുന്നത് അഅജബനി മുഹമ്മദുൻ അകുലുഹു, അഅജബനി മുഹമ്മദുൻ അകുലുഹു. ഓക്കെ, എനിക്ക് മുഹമ്മദിനെ ഇഷ്ടമായി, എനിക്ക് മുഹമ്മദിനെ ഇഷ്ടമാണ്. യഥാർത്ഥത്തിൽ മുഹമ്മദിനെ എല്ലാം ഇഷ്ടപ്പെടുന്നത് അകുലുഹു, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്ന ആ രീതിയാണ് ഇഷ്ടം. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം, അല്ലാതെ മുഹമ്മദിനല്ല. അപ്പോൾ എനിക്ക് മുഹമ്മദിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അകുലുഹു, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടമായത്, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഓക്കെ, അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് മുഹമ്മദ് എന്ന് പറയുന്ന ആ വ്യക്തിയിൽ ഉൾക്കൊണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് ബദലുൽ ഇഷ്തിമാൽ വരിക. അദ്ദേഹത്തിൽ ഉൾക്കൊണ്ട കാര്യത്തെ പറയാം. അയാളെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൽ ഉൾക്കൊണ്ട കാര്യത്തെ പറയുമ്പോഴാണ് ബദലുൽ ഇഷ്തിമാൽ വരിക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. കൗനു സ്വാഹിബിൽ ഹാലി നക്കിറത്തൻ മുഖസ്സസതൻ ബി ഇലാഫത്തിൻ. സ്വാഹിബുൽ ഹാൽ, ഹാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഹാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ